ഇത് വെള്ളക്കൽപ്പെട്ടി. ഞങ്ങൾ കഴിഞ്ഞ മാസം ഞാനും പാൽച്ചിന്നനുമായിട്ട് ഈ ഭാഗത്ത് കടന്നു വന്നു. ഒരു ചിൽഡ്രൻസ് മിനിസ്ട്രി ഒക്കെ ചെയ്തു. ഇന്ന് ഒരു പ്രത്യേക വിഷനോടെ ഞങ്ങൾ ഈ രാത്രികാലം ഇവിടെ ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഡേവിഡ് പാസ്റ്റർ ഓമല്ലൂരിലുള്ള അദ്ദേഹം, പാൽച്ചിന്നൻ, സെൽവം, ഞാൻ, ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഡൽഹിയിലെ ഒരു സെമിനാരിയിൽ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒയ്യം ടീം. ഈ പ്രിയപ്പെട്ടവരുടെ ഗ്രാജുവേഷൻ ഡിസംബർ 8-ാം തീയതി ഈ പ്രിയപ്പെട്ടവരുടെ ഗ്രാജുവേറ്റ് ആണ്. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലെ മിനിസ്ട്രി പഠിക്കുവാനായിട്ട് ഒരു മാസക്കാലം അവർ ഇവിടെ കടന്നു വന്നു. ഇന്ന് ഞങ്ങൾക്ക് ആ പ്രിയപ്പെട്ടവരെ ലഭിക്കാനിടയായി തീർന്നു. ഈ വെള്ളക്കൽപ്പെട്ടി ഞങ്ങൾ ആദ്യം വരുമ്പോ ഞങ്ങളോട് ഈ 48 കുടുംബമുണ്ട്. 48 കുടുംബങ്ങളിൽ 500-ന് മേളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പാർക്കുന്നു. ഞങ്ങളോട് അവർ ചോദിച്ചത് ഭക്ഷണം തരാനാണ്. ഞങ്ങൾക്ക് ഫുഡ് താ, ഞങ്ങൾക്ക് അരി മേടിച്ച റൈസ് താ, ഇതൊക്കെയാ ചോദിക്കുന്നത്. കാരണം അത്രത്തോളം കഷ്ടമാണ് അവരുടെ ജീവിതത്തെ. ഇപ്പോ ഞങ്ങൾ അറിയുന്ന 4-5 ദിവസം കൊണ്ട് ഇവിടെ വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമില്ല അവർക്ക്. ആ ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു ഉത്സവം, ധാരാളം കുട്ടികളും പ്രിയപ്പെട്ടവരും ഒക്കെ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്. ഞങ്ങൾ യാദർശികമായിട്ട് ഇവിടെ വന്നതാണ്. അവരൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് പ്രിയപ്പെട്ടവർ കടന്നു വന്നു. ഇന്ന് നമ്മുടെ ഈ സെമിനാരിയിൽ പഠിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഈ ദേശത്തിലെ ഈ പ്രിയപ്പെട്ടവരോട് യേശുവിന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുന്നു. അവർ പാട്ടുകൾ പാടുന്നു, ഡാൻസുകൾ കളിക്കുന്നു. ഞങ്ങള് ദൈവവചനം അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ഒരു കുട്ടികൾക്ക് മറ്റ് ആക്ഷൻ സോങ്ങും കഥകളും ഒരു അനുഗ്രഹീതമാകുന്ന ചില മണിക്കൂറുകൾ ഈ പ്രിയപ്പെട്ടവരോട് ചിലവിടുവാനാണ് ഈ സായം സന്ധ്യയില് ഞങ്ങൾ ഈ ദേശത്തിൽ കടന്നു വന്നത്. ഈ പ്രിയപ്പെട്ടവർ ഭക്ഷണം ചോദിക്കുക. ഈ ഡിസംബറിൽ ഞങ്ങൾക്ക് കഴിയുന്ന വിധം നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ, നിങ്ങളുടെ കരങ്ങളെ തുറന്നാൽ ഈ പ്രിയപ്പെട്ടവർക്ക് ഈ ഡിസംബർ മാസ ക്രിസ്മസ് സമയം അവർക്ക് ഒരാഴ്ച വട്ടക്കാലം കഴിക്കുവാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇടയായിത്തീരും. നരിക്കുറ സമുദായത്തിൽപ്പെട്ടവരാണ്. കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞിരുന്നു, സ്കൂളിൽ പോകാത്ത 60ഓളം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. ഇവർ പാരമ്പര്യമായിട്ട് മാലകൾ കോർത്തു കൊടുക്കുന്നു. ഇന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു മാലയ്ക്ക് 3 രൂപയാണ് അവർക്ക് ലഭിക്കുന്നത്. ഒരു ദിവസം 10 മാല കോർക്കും. അത് വേറെ കൊണ്ടുവരുന്നവരുടെ കയ്യിൽ കൊടുക്കും. 3 രൂപ കൂലി കിട്ടുന്നത്. 10 മാല കോർത്താൽ 30 രൂപ. 30 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ കഴിയും? ഗവൺമെന്റ് കെട്ടിക്കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ വൃത്തിഹീനമായാണ് കഴിക്കുന്നത്. ഒരു ക്ലിയറൻസ് ഇല്ല, ക്ലീനിങ് ഇല്ല. അവിടെ ഏതോ ഒരു ലൈഫിലെ ജീവിതമാണ്. ഇവര് കൂടാരങ്ങളിൽ പാർത്തിരുന്നവരാണ്. ബസ് സ്റ്റാൻഡുകളിലും കൂടാരങ്ങളിലും പാർത്തിരുന്നു. ബസ് സ്റ്റാൻഡുകളിൽ കുഞ്ഞുങ്ങളെ എടുത്ത് ഭിക്ഷാടനം നടത്തിക്കൊണ്ടൊക്കെ ഇരുന്ന പ്രിയപ്പെട്ടവരാണ്. റേഷൻ അരിയുണ്ട്, അത് തിളച്ച വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഹൽവ പോലെയാകും. അതുകൊണ്ട് അവർ ചോദിക്കുന്ന നല്ല ഞങ്ങൾക്ക് ടേസ്റ്റ് വാക്യരുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള സാഹചര്യം തരാം. അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയമായ അവസ്ഥ നോക്കുക പ്രിയമുള്ളവരെ. ഗവൺമെന്റ് കെട്ടിക്കൊടുത്തേക്കുന്ന ഈ ഭവനമുണ്ട്, വീടുകളുണ്ട്, ഓരോ 48 വീട്. അതിൽ ഏകദേശം 500-ന് മേളിലുള്ള പ്രിയപ്പെട്ടവർ പാർക്കുന്നു. ഇന്ന് രാത്രി ഈ പ്രിയപ്പെട്ടവരോട് ചില മണിക്കൂർ ഞങ്ങൾ ചിലവഴിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടായിരിക്കണം. ഈ പ്രിയ സഹോദരങ്ങൾ ഭാവിയിലെ വാഗ്ദത്തങ്ങൾ, അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവരെ ദൈവം നയിക്കുന്ന, നിയോഗിക്കുന്ന സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിൽ കർത്താവിന് വേണ്ടി യത്നിപ്പാൻ, ഉത്സാഹത്തോടെ യത്നിപ്പാൻ, മടിയില്ലാതെ യത്നിപ്പാൻ ഈ പുതിയ തലമുറയിലൂടെ ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ജനം ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനിടയാകണം. ഇവര് പല ഭാഗത്തുള്ളവരാണ്. തെലങ്കാന,
മിസോറാം, മണിപ്പൂർ, ഹൈദരാബാദ്, തെലങ്കാന, ഡൽഹി, ആന്ധ്ര ഈ പ്രദേശങ്ങളിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. ഇവര് ദൈവിക ഗൈഡൻസിൽ ഇവർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് തീർച്ചയായും കർത്താവിന്റെ വേലയിൽ ഇറങ്ങുമ്പോൾ ഇവരിലൂടെ ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ രാത്രികാലം ഞങ്ങള് ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരെ കുറെ സമയങ്ങൾ ചിലവഴിച്ച് യേശുവിന്റെ സ്നേഹം അവരുടെ ജീവിതത്തിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, വീണ്ടും പറയുന്നു, നിങ്ങളുടെ പ്രയത്നമുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്മസ് സമയം എന്തേലും കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ട്, വിശ്വാസമുണ്ട്. ദൈവം നമ്മെ ഈ രാത്രികാലം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ஆமென். Praise the Lord. Hallelujah. Hallelujah. எல்லாம் சேர்ந்து சொல்லுங்க பார்க்கலாம். Hallelujah. Hallelujah அப்படின்னா கடவுளுக்கு மகிமை உண்டாவதாக அப்படின்னு அர்த்தம். நம்ம வாழ்க்கையில என்ன நடந்தாலும் கடவுளுக்கு நம்ம என்ன செய்யணும்னாக்க ஆண்டவருக்கு மகிமை உண்டாகும்.